ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് ലോട്ടസ് ട്യൂബേഴ്സിൻ്റെ ഒരു സെയിൽ വീഡിയോ ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നിരിക്കുന്നത്. കുറച്ച് നല്ല നല്ല വെറൈറ്റീസ് ഉണ്ട്. പിന്നെ നമ്മുടെ ഗാർഡനിലും ഇന്ന് കുറച്ച് വെറൈറ്റീസ് വിരിഞ്ഞ് നിൽക്കുന്നുണ്ട്. അപ്പോൾ അവരെയൊക്കെ ഒന്ന് കാണിച്ചിട്ട് നമ്മുടെ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞിട്ട് നമുക്ക് നമ്മുടെ സെയിൽ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ തോട്ടത്തിൽ പലതിലും മുട്ടുകളും പൂക്കളായിട്ടൊക്കെ നിൽക്കുന്നു കേട്ടോ. ഇത് കാവേരിയാണ് കേട്ടോ. കാവേരി വിരിഞ്ഞ് വരുന്നേ ഉള്ളൂ. ഇത് റെഡ് പിയോണി, അത്യാവശ്യം വലിയ ഫ്ലവർ തന്നെ. നമുക്ക് സെക്കൻഡ് ഫ്ലവറാണ് തന്നിട്ടുണ്ട്. വൈറ്റ് പിയോണി വിരിയാനായിട്ടില്ല, താഴെയും ബഡ് വരുന്നുണ്ട്. പിങ്ക് ക്ലൗഡ് നല്ല, ഇതിപ്പോൾ എനിക്ക് തോന്നുന്നു പിങ്ക് ക്ലൗഡ് നമുക്കൊരു 7 or 8 ഫ്ലവറാണ് കേട്ടോ. നാളത്തേക്കാവുമ്പോഴേക്കും ആവുള്ളൂ, വിരിയിക്കുന്നില്ല. പിന്നെ അപ്പുറത്ത് കാവേരി വേറെ നിൽക്കുന്നുണ്ട്. ഇത് മാലിന്യ വിരിഞ്ഞതാണ്. കഴിഞ്ഞ ദിവസം ഞാൻ ഷോർട്ട് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു വെറൈറ്റി കാണിച്ചില്ല കേട്ടോ, ബബിൾ ലോട്ടസ് എന്ന് പറയുവേ. അതിൻ്റെ ഫ്ലവർ നല്ല ഭംഗിയാണ് കേട്ടോ. ഇത് കണ്ടോ, ബബിൾ ലോട്ടസ് ആണ് കേട്ടോ. പിന്നെ നമ്മുടെ ഗാർഡനിൽ ഇതിപ്പോൾ ഞാൻ ഓപ്പൺ പ്ലേസിലാണ് വെച്ചിരിക്കുന്നത്. നമുക്കിവിടെയാണ് സൗകര്യം, പൂക്കളൊക്കെ ഉണ്ടാവാനും എനിക്ക് വയ്ക്കാനും സൗകര്യം ഇവിടെയാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് കാണിച്ചിട്ട് നമ്മുടെ സൈഡിലോട്ട് പോകാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. ഇതുണ്ടോ, ഇപ്പോൾ പലർക്കും ഡൗട്ടാണ് ഈ ഒരു ടൈമിൽ പൂക്കളൊക്കെ ഉണ്ടാവുന്നേ. നമുക്ക് പൂക്കളൊക്കെ ഉണ്ട്. അവിടെ പിങ്ക് ക്ലൗഡ് നിൽക്കുന്നുണ്ട്. പിന്നെ 2-3 ആഴ്ചയ്ക്കുള്ളിൽ ഞാൻ നട്ടതാണ്. ഇതൊക്കെ ഇന്ന് നട്ടതാണ് കേട്ടോ. കാണുമ്പോൾ അറിയാമല്ലോ, ഇന്ന് മഴ പെയ്യുന്നു പ്രതീക്ഷിക്കുന്നു. വെള്ളം ഒഴിച്ചിട്ടില്ല. ഇത് നല്ല വെറൈറ്റിയാണ്. T67 ഫ്ലവർ വിരിയുമ്പോൾ കാണിക്കാം കേട്ടോ. ഇവിടെയൊക്കെ ബഡ്ഡുകളുണ്ട്. ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാൻ പറ്റും ബഡ്ഡുകൾ. ഇതുണ്ടോ, ഇവിടെയൊക്കെ ബഡ്ഡുകളുണ്ട്. അപ്പോൾ നമുക്ക് ഇനി നമ്മുടെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോയിലോട്ട് പോവാം. പിങ്ക് ക്ലൗഡിൻ്റെ ട്യൂബേഴ്സ് തന്നെ ആദ്യം കാണിക്കാം കേട്ടോ. ഫസ്റ്റ് പിങ്ക് ക്ലൗഡിൻ്റെ ഫ്ലവർ ഒന്ന് കാണിക്കട്ടെ. നമ്മൾ നേരത്തെ ബഡ് കാണിച്ചു. ഇതാ ഫ്ലവർ. പിങ്ക് ക്ലൗഡിൻ്റെ ട്യൂബേഴ്സ് ഉണ്ടോ, ഇതുപോലെ നമുക്ക് ഭയങ്കര വണ്ണമുള്ള ട്യൂബേഴ്സ് പിങ്ക് ക്ലൗഡിന് കിട്ടില്ല. ഈ വൈറ്റ് പിയോണി പോലെയൊക്കെ തന്നെ അത്ര വണ്ണമുള്ള ട്യൂബേഴ്സ് കിട്ടണമെങ്കിൽ ആ ഒരു ഡോർമൻസി ടൈം, അതായത് ഒക്ടോബർ ആ ടൈമിലൊക്കെ ആയിരിക്കും കുറച്ചുകൂടി വണ്ണമുള്ളത് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ ഈ ടൈമിലൊക്കെ നമുക്ക് ഇതുപോലത്തെ ട്യൂബേഴ്സ് പിങ്ക് ക്ലൗഡിൽ നിന്ന് കിട്ടത്തുള്ളൂ. അപ്പോൾ ഇതുപോലെയുള്ള നല്ല ട്യൂബേഴ്സ് തന്നെയാണ് അതൊക്കെ പിടിച്ച് കിട്ടുന്ന, പെട്ടെന്ന് തന്നെ പിടിച്ചിടുന്ന ട്യൂബേഴ്സാണ്. ഇതൊക്കെ 150 രൂപയുള്ളൂ കേട്ടോ, 150. പിന്നെ ഇത് 130-ൻ്റെ, പിന്നെ 100-ൻ്റെയും 70-ൻ്റെയൊക്കെ നമ്മുടെ അടുത്ത് സ്റ്റോക്ക് ഉണ്ട്. ഇതൊക്കെ 150-ൻ്റെയാണ്. 150-ൻ്റെ 150-ൻ്റെ 70-ൻ്റെ ജസ്റ്റ് ഒന്ന് കാണിക്കാം. 70-ൻ്റെയും നമ്മുടെ അടുത്ത് സ്റ്റോക്ക് ഉണ്ട്. ഇതൊക്കെ 100-ൻ്റെയാണ് കേട്ടോ. 100-ൻ്റെ, ഇതൊക്കെ 70 നമ്മൾ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പിങ്ക് ക്ലൗഡാണ്, നല്ല ട്രോപ്പിക്കൽ വെറൈറ്റിയാണ്. ഏതൊരു സീസണിലും എപ്പോഴും നിർത്താതെ പൂക്കൾ വരുന്ന വെറൈറ്റിയാണ്. ഞാൻ കാണിച്ചില്ല, എൻ്റെ ആ ഒരു ബേസൻ ഞാൻ സ്റ്റാർട്ടിങ്ങിൽ നട്ടതാണ്. അതിപ്പോഴും എനിക്ക് പൂക്കൾ വരുന്നുണ്ട്. അപ്പോൾ നല്ലൊരു വെറൈറ്റിയാണ് പിങ്ക് ക്ലൗഡ്. മീസോക്കിൻ്റെ ട്യൂബേഴ്സാണ് കേട്ടോ ഈ കാണുന്നത്. വലുതും ചെറുതുമായിട്ട് നമ്മുടെ അടുത്ത് കുറച്ച് ട്യൂബേഴ്സ് മീസോക്കിൻ്റെ ഇരിക്കുന്നുണ്ട് കേട്ടോ. 100, 150, 130 ആ റേഞ്ചിൽ വരുന്ന ട്യൂബേഴ്സാണ്. നല്ലൊരു ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് മീസോക്ക്. ഫ്ലവർ പിക്ക് സൈഡിൽ കൊടുക്കുന്നുണ്ട്, വേണ്ടവർക്ക് വാങ്ങിക്കാം കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ തീർന്നു പോകുന്നൊരു വെറൈറ്റി കൂടിയാണ് കേട്ടോ മീസോക്ക്. 100-ൻ്റെയൊക്കെ ഇതുപോലെ നല്ല ട്യൂബേഴ്സ് തന്നെയാണ് കേട്ടോ കിട്ടുന്നത്. അപ്പോൾ വേണ്ടവർ വാങ്ങി വെച്ചോളൂ, നല്ല വെറൈറ്റിയാണ്. ഡാർക്ക് ഷെയ്ഡ് വരുന്നൊരു വെറൈറ്റിയാണ് കേട്ടോ, ഡ്രോപ്ലെഡ്. അതിൻ്റെ ട്യൂബേഴ്സ് നമുക്കിത് കുറച്ച് ഉണ്ട്. ഇതിപ്പോൾ ഞാൻ ഉള്ളിൽ നിന്ന് ഫുള്ളായിട്ട് എടുക്കുന്നില്ല കേട്ടോ. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളും ശ്രദ്ധിക്കണം, നമ്മൾ താഴെ വയ്ക്കുന്ന ബേസിനാണ് എന്തെങ്കിലും ഇഴജന്തുക്കളൊക്കെ വന്ന് കയറി കിടക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ആദ്യം തന്നെ ഒരു കോലൊക്കെ വെച്ചിട്ടൊന്ന് തട്ടി മാറ്റിയിട്ടൊക്കെ അങ്ങനെ നോക്കുക കേട്ടോ. അപ്പോൾ ഇത് ഡ്രോപ്ലെഡിൻ്റെ ട്യൂബറാണ്. 100, 150 രൂപ റേഞ്ചിൽ വരുന്ന ട്യൂബേഴ്സാണ് കേട്ടോ. ഫ്ലവർ പിക്ക് സൈഡിൽ കൊടുക്കുന്നുണ്ട്, നല്ല വെറൈറ്റിയാണ്. എപ്പോഴും സെയിലിന് വരുന്നൊരു സുന്ദരിയാണ് കേട്ടോ വൈറ്റ് പിയോണി. അപ്പോൾ അതിൻ്റെ നമ്മൾ നേരത്തെ ബഡ് കാണിച്ചില്ലേ, അതിൻ്റെ ട്യൂബറാണ് കേട്ടോ നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇതാണ് കേട്ടോ, 200 രൂപയുടെ ട്യൂബറാണേ. വൈറ്റ് പിയോണി 200-ൻ്റെ ട്യൂബറാണ് കേട്ടോ. ഇതൊക്കെ ഇതാ കണ്ടല്ലോ, നല്ല ഫ്രഷ് ആയിട്ടുള്ളതാണ്. ഇത് റെഡ് മണ്ണിൽ വയ്ക്കുന്നതുകൊണ്ടാണ് ഗ്രോത്ത് ടിപ്പ് ഇങ്ങനെ കണ്ടോ, നല്ല ഫ്രഷ് ആയിട്ടുള്ള ഗ്രോത്ത് ടിപ്പാണ്. ഇത് വന്നിട്ട് 170 രൂപ കേട്ടോ. ഇതിന് ഒരു കളർ വ്യത്യാസമുള്ളതുകൊണ്ടാണ്. വൈറ്റ് പിയോണിയാണ്, വേണ്ടവർക്ക് വാങ്ങിക്കുക. 2 200, 170. D1-ൻ്റെ ട്യൂബേഴ്സാണ് കേട്ടോ. 50 രൂപയുടെ ട്യൂബർ, 70 രൂപയുടെ ട്യൂബർ, 70-ൻ്റെ കേട്ടോ. D1 ആണ്, 3 ട്യൂബേഴ്സ് ഉണ്ട്.
സാറ്റ ബോൺഗിറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു വെറൈറ്റിയുടെ ട്യൂബേഴ്സാണ് കേട്ടോ ഈ കാണുന്നത്. ഫ്ലവർ പിക്ക് സൈഡിൽ കൊടുക്കുന്നുണ്ട്. വലിയ പൂക്കൾ വരുന്ന വെറൈറ്റിയാണ്, ബുച്ചയൊക്കെ പോലെ. അതിൻ്റെ 170 ട്യൂബറാണ് ഈ കാണുന്നത്. പിന്നെ 100 ആ റേറ്റിൽ വരുന്ന ട്യൂബേഴ്സ് ഉള്ളൂ കേട്ടോ. അപ്പോൾ വേണ്ടവർക്ക് സാറ്റ വാങ്ങിക്കാം. ഇതാണ് കേട്ടോ അടുത്ത വെറൈറ്റി. റെഡ് ഫിലിപ്പിൻ്റെ ട്യൂബേഴ്സാണ് കേട്ടോ ഈ കാണുന്നത്. വലിയ വലിയ ട്യൂബേഴ്സ് റെഡ് ഫിലിപ്പിൻ്റെ ഉണ്ട്. നമ്മുടെ അടുത്ത് 100 ഒരെണ്ണം ഉണ്ട്. പിന്നെ 130, 180 ട്യൂബേഴ്സൊക്കെയാണ്. ഇതൊക്കെയാണ് 130. ഇത് 70 കേട്ടോ, ടോപ്പിലില്ലാത്തതുകൊണ്ട് 70. ഇതൊക്കെ ആകുമ്പോഴേക്കും 180, 180 റേറ്റിൽ വരുന്ന ട്യൂബേഴ്സാണ്. ഇതൊക്കെ ആകുമ്പോഴേക്കും 180. റെഡ് ഫിലിപ്പാണ്. നമ്മൾ ഫ്ലവർ പിക്ക് സൈഡിൽ കൊടുക്കുന്നുണ്ട്. നല്ല ഡാർക്ക് റെഡ് ഷെയ്ഡാണ് അതിന് ഫ്ലവറിന് വരുന്നത്. അടുത്ത വെറൈറ്റി ഗോൾഡ് ആപ്പിളാണ് കേട്ടോ. നമ്മുടെ പീച്ചിങ് ഇവിടം വരെ പടർന്നെത്തിയോ കണ്ടോ. ഒരു ദിവസം കൊണ്ട് ഗോൾഡ് ആപ്പിളിൻ്റെ ട്യൂബേഴ്സാണ് ഈ കാണുന്നത്. വലിയ വലിയ ട്യൂബേഴ്സ് ഉണ്ട്. ദേ 180 രൂപയുള്ളൂ. 180, 130 ആ റേറ്റിൽ വരുന്ന ഗോൾഡ് ആപ്പിളിൻ്റെ ട്യൂബേഴ്സ് കേട്ടോ. അപ്പോൾ വേണ്ടവർക്ക് വാങ്ങിക്കാം. നിറയെ പെറ്റൽസ് ഉള്ള വെറൈറ്റി വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയൊരു വെറൈറ്റിയാണ് കേട്ടോ ഇത്. കാവേരിയുടെ ട്യൂബേഴ്സാണ് ഈ കാണുന്നത്. നല്ല ട്യൂബേഴ്സാണ് കേട്ടോ. കാവേരിയുടെ 180 ഒരു ട്യൂബറും 180 2 ട്യൂബേഴ്സും. ഇത് 180, ഇതും 180. ഇത് 180. അപ്പോൾ ഒരെണ്ണം ചെറുത്, 2 വലുത് ആ റേറ്റിൽ അങ്ങനെയാണ് നമ്മൾ കൊടുക്കുന്നത്. കാവേരി വേണ്ടവർക്ക് വാങ്ങിക്കാം. കാവേരിയും നല്ല വലിയ പൂക്കൾ വരുന്ന വെറൈറ്റിയാണ്. എപ്പോഴും നിറഞ്ഞു നിൽക്കും പൂക്കൾ കേട്ടോ. അങ്ങനത്തെ ഒരു വെറൈറ്റി കൂടിയാണ് കാവേരി. അപ്പോൾ വേണ്ടവർക്ക് വാങ്ങിക്കാം കേട്ടോ. നമ്മൾ കുറച്ച് മുമ്പ് വൈറ്റ് പിയോണിയുടെ ട്യൂബർ കാണിച്ചല്ലോ. വൈറ്റ് പിയോണിയുടെ ഒരു ചെറിയ കുഞ്ഞൻ റണ്ണർ ഞാൻ ഇതിൽ കൊണ്ടുവന്ന് വെച്ചതാണ് കേട്ടോ. ഈ ഒരു ചെറിയ ചട്ടിയിൽ കണ്ടോ, ഇത്ര ഉള്ളൊരു കുഞ്ഞു ചട്ടിയിൽ. ഇതേ ബഡ് തന്നെ ഉണ്ടോ. പെട്ടെന്ന് പിടിച്ച് കിട്ടുന്ന വെറൈറ്റിയാണ്. പെട്ടെന്ന് പൂക്കളും തരുന്നൊരു വെറൈറ്റിയാണ് കേട്ടോ വൈറ്റ് പിയോണി ബഡിന് ഒരു ഗ്രീനിൽ അറ്റത്തൊരു ചെറിയ പിങ്ക് ഷെയ്ഡ് വരും കേട്ടോ. കുറച്ചുകൂടി വലുപ്പം വരുമ്പോഴാണ് നല്ലൊരു പച്ച വരുന്നത്. നെക്സ്റ്റ് വെറൈറ്റി ജൂലിയറ്റാണ് കേട്ടോ. ജൂലിയറ്റിൻ്റെ ഭംഗി നിങ്ങളൊന്ന് കണ്ടു നോക്കിയേ, എന്ത് രസമാണ്. 200 രൂപയാണ് കേട്ടോ ട്യൂബറിൻ്റെ റേറ്റ് വരുന്നത്. ഇതാണ് സൈസ് വരുന്നത് ട്യൂബറിൻ്റെ. 200 രൂപയുടെ ജൂലിയറ്റിൻ്റെ ട്യൂബേഴ്സാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. കണ്ടോ, 200 രൂപയുടെ 4 ട്യൂബേഴ്സ് ഉണ്ട്. ജൂലിയറ്റ് നല്ല അടിപൊളി വെറൈറ്റിയാണ്. നിറയെ ഫ്ലവേഴ്സ് ഉണ്ടാവും കേട്ടോ. വൈറ്റ് പിയോണി മകിലയൊക്കെ പോലെ തന്നെ നിറയെ ഫ്ലവേഴ്സ് ഉണ്ടാവുന്നൊരു വെറൈറ്റിയാണ്. പിങ്കിലോടൊക്കെ പോലെ തന്നെ. സിംഗിൾ പെറ്റൽ ലവേഴ്സ് അവർക്ക് വേണ്ടിയിട്ട് റെഡ് ഷാങ്കായുടെ കുറച്ച് ട്യൂബേഴ്സ് നമ്മുടെ അടുത്ത് സെയിലിനുണ്ട്. റെഡ് ഷാങ്കായി നല്ല ട്രോപ്പിക്കൽ വെറൈറ്റിയാണ്. അതിൻ്റെ നമ്മുടെ അടുത്ത് 100 ഉണ്ട്. 100 ട്യൂബേഴ്സാണ് കേട്ടോ ഈ കാണുന്നതെല്ലാം. പിന്നെ 130 ഉണ്ട്. പിന്നെ 150 ഉണ്ട് കേട്ടോ. 150 ഒരെണ്ണം ഉള്ളൂ. ബാക്കിയെല്ലാം 130. അതൊക്കെ 130. അപ്പോൾ റെഡ് ഷാങ്കായി ആണ് വേണ്ടവർക്ക് വാങ്ങിക്കാം. നല്ല വെറൈറ്റിയാണ്. ഇതാണ് കേട്ടോ അടുത്ത വെറൈറ്റി ദക്ഷ. നല്ലൊരു ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് കേട്ടോ. ഞാൻ നട്ട് കഴിഞ്ഞ് എനിക്ക് 1 മാസമൊന്നും എടുത്തില്ല. അമേരിക്ക മെയിൽ പോലെ തന്നെ 3 ആഴ്ച ആയപ്പോഴേക്കും ബഡ് വന്നൊരു വെറൈറ്റിയാണ്. ദക്ഷയുടെ നമ്മുടെ അടുത്ത് 80, 100, 130 ആ റേറ്റിൽ വരുന്ന ട്യൂബേഴ്സാണ് ഉള്ളത് കേട്ടോ. 150 1 2 കാണും. 150 ഈ വലിപ്പമുള്ളതാണ് 150 വരുന്നത് കേട്ടോ. ദക്ഷയാണ്. ഇതൊക്കെ 150 130. ഇത് ഒന്ന് വലുതാണ് കേട്ടോ. ഇത് 170. 130 പല റേറ്റ് ഉണ്ട്. അപ്പോൾ വേണ്ടവർക്ക് വാങ്ങിക്കാം. ദക്ഷ നല്ല ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് കേട്ടോ. മൈ ഡ്രീം എന്ന് പറഞ്ഞിട്ടുള്ള വെറൈറ്റി ലോട്ടസിൻ്റെ 2 ട്യൂബേഴ്സ് കേട്ടോ. ഒന്ന് സെയിലായതാണ്, അത് കാണിക്കുന്നില്ല. 2 ട്യൂബേഴ്സ് നമുക്ക് സ്റ്റോക്ക് ഉണ്ട്. റേറ്റ് 180 രൂപയാണ് ഒരെണ്ണത്തിന്. അപ്പോൾ വേണ്ടവർക്ക് വാങ്ങിക്കാം കേട്ടോ. ഇത് രണ്ടുമാണ് സെയിലിനായിട്ടുള്ളത്. പിന്നെ നമ്മുടെ തമോൻ്റെ കുറച്ചധികം ട്യൂബേഴ്സ് നമുക്ക് സെയിലുണ്ട്. കുറച്ചധികം എന്ന് പറഞ്ഞൊരു 3-4 കേട്ടോ. അത്രയൊക്കെ കിട്ടുന്നേ ഉള്ളൂ. തമോ അറിയാലോ, താമരയിലെ രാജ്ഞിയാണ്. അതിസുന്ദരിയാണ്. നിറയെ പെറ്റൽസ് ഉള്ള വെറൈറ്റിയാണ്. 1000 പെറ്റൽ വെച്ചിട്ട് പൂക്കുന്നില്ല എന്നുള്ള പരാതിയുള്ളവർക്ക് വാങ്ങി വെക്കാൻ പറ്റുന്നൊരു വെറൈറ്റിയാണ് തമോ. കാരണം അത്രയും ഭംഗിയാണ്. അത്രയും ഭംഗിയുള്ള പൂക്കളാണ് തമോയും ലക്ഷ്മിയും അതുപോലെയൊക്കെ തന്നെയാണ്. അപ്പോൾ എൻ്റെ ഒരു പേഴ്സണൽ ഫേവറേറ്റാണ് തമോ. അപ്പോൾ തമോൻ്റെ നമുക്ക് വലിയ വലിപ്പമുള്ള ട്യൂബറൊന്നും അല്ല കേട്ടോ. നമുക്ക് അത്രയും പെറ്റൽസ് അധികം വരുമ്പോൾ റേറ്റ് വ്യത്യാസം വരും. അപ്പോൾ ഇതാണ് ട്യൂബറിൻ്റെ സൈസ് വരുന്നത്. 190 രൂപയാണ് റേറ്റ് കേട്ടോ. അപ്പോൾ ഈ സൈസൊക്കെ ഓക്കെ ഉള്ള ഒരു ഇതാവുമ്പോഴേക്കും 200 രൂപയാണ് റേറ്റ്. 190, 200 കേട്ടോ. 2 200, 2 190. അപ്പോൾ വേണ്ടവർ വാങ്ങി വെച്ചോളൂ. തമോ നല്ല ട്രോപ്പിക്കൽ വെറൈറ്റിയാണ്. നമുക്ക് നിറയെ പൂക്കൾ വരുന്നൊരു വെറൈറ്റിയാണ്. പിന്നെ ക്ലൈമറ്റുകൾക്കനുസരിച്ച് മണ്ണിൻ്റെയും വളത്തിൻ്റെയും വ്യത്യാസം അനുസരിച്ചായിരിക്കും വ്യത്യാസം വരുന്നത്. ഇങ്ങനെ പൂക്കളിൽ വ്യത്യാസം വരുന്നത്. പക്ഷേ നല്ലോണം പൂക്കൾ വരുന്നൊരു വെറൈറ്റി തന്നെയാണ്. എനിക്ക് ഒത്തിരി പൂക്കൾ എന്ന വെറൈറ്റിയാണ് തമോ. എൻ്റെ ഫ്ലവേഴ്സൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട്, ഷോർട്ട് വീഡിയോയിലുണ്ട്. അപ്പോൾ തമോൻ്റെ
ഇതാണ് കേട്ടോ അടുത്ത വെറൈറ്റി. ത്രിവേണിയുടെ 3 രൂപേഴ്സാണ് കേട്ടോ. ഇതിങ്ങനെ കെട്ടി വെച്ചിരിക്കുകയാണ്. ഒന്ന് ചെറുതാണ്, 100ൻ്റെ ചെറുത്. 2 എണ്ണം, ഒന്ന് 200ൻ്റെയാണ്, ഒന്ന് 180ൻ്റെയാണ് കേട്ടോ. നല്ല വെറൈറ്റിയാണ് ത്രിവേണി. അപ്പോൾ വേണ്ടവർക്ക് വാങ്ങിക്കാം. നല്ല ട്രോപ്പിക്കൽ വെറൈറ്റിയാണ്. ഫ്ലവർ പിക്ക് സൈഡിൽ കൊടുക്കുന്നുണ്ട്. ത്രിവേണിയാണ്, അടിപൊളി വെറൈറ്റിയാണ്. എന്ത് ഭംഗിയല്ലേ ഈ ഒരു കാറ്റ്, പാടം, നല്ല വ്യൂ, താമരകൾ, അടിപൊളിയല്ലേ. റെഡ് പാർട്ടീഷൻ്റെ ട്യൂബേഴ്സാണ് കേട്ടോ. നമുക്ക് കുറച്ചധികം വന്നിട്ടുണ്ട്. 100 മുതലുണ്ട്, സ്റ്റാർട്ടിങ് 70 മുതലുണ്ട് കേട്ടോ. ഈ വലിപ്പമൊക്കെ ഉള്ള ട്യൂബറായിരിക്കും 70-ന് കിട്ടുന്നത്. പിന്നെ 100ൻ്റെ ഉണ്ട്, 130ൻ്റെ ഉണ്ട്, 150ൻ്റെ ഉണ്ട്, 180ൻ്റെ. ഏറ്റവും വലിയ ട്യൂബർ 180, 180 റേറ്റിൽ വരുന്ന റെഡ് പാർട്ടീഷൻ്റെ ട്യൂബേഴ്സാണ്. ഡാർക്ക് റെഡ് ഷെയ്ഡ് വരുന്ന ഫ്ലവേഴ്സ് വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് റെഡ് പാർട്ടീഷൻ വാങ്ങി വയ്ക്കുക കേട്ടോ. നല്ല ഫ്രഷ് ട്യൂബേഴ്സ് വന്നിട്ടുണ്ട്. കണ്ടോ എന്ത് ഫ്രഷ് ട്യൂബേഴ്സാണ്. അപ്പോൾ വേണ്ടവർക്ക് വാങ്ങി വയ്ക്കാം. മിക്കതിലും ഇങ്ങനെ സൈഡിൽ ബഡ്ഡുകൾ കാണുന്നുണ്ട്. അപ്പോൾ വാങ്ങി വെച്ചോളൂ, പെട്ടെന്ന് ഫ്ലവർ ഉണ്ടാവും. അപ്പോൾ ഇത്രയും വെറൈറ്റീസാണ്, നല്ല വെറൈറ്റീസ് അല്ലേ. അപ്പോൾ ഇഷ്ടമായിട്ടുള്ള വെറൈറ്റീസൊക്കെ വേഗം തന്നെ വാട്സപ്പ് ചെയ്തോളൂ. എല്ലാവർക്കും റിപ്ലൈ തരും. പിന്നെ നമ്മൾ കുറച്ചധികം ഓർഡേഴ്സ് എടുക്കും. വീഡിയോ ഇടുമ്പോൾ തന്നെ കുറച്ചധികം ഓർഡേഴ്സ് കിട്ടും. പിന്നെ ഞാനത് നാളത്തേക്ക് അയച്ച് കുറച്ച് കഴിയുമ്പോഴായിരിക്കും പിന്നെ ഉള്ള ഓർഡേഴ്സ് എടുക്കുക. അല്ലെങ്കിൽ എല്ലാം കൂടി പേയ്മെൻറ്റ് വാങ്ങി വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് അങ്ങനെ ഡിലേ വരുന്നത്. അത് ഞാൻ പല വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒന്ന് ശ്രദ്ധിക്കുക. ഡിലേ വന്നാലും മറ്റേ അത്രയും ഐറ്റംസ് ഓർഡർ ഫസ്റ്റ് ഓർഡേഴ്സ് സെക്ഷൻ പോയി കഴിയുമ്പോൾ നമുക്ക് ബാലൻസ് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ കുറച്ച് ഡിലേ വരും. പിന്നെ എന്തെങ്കിലും അസുഖം വന്നാലും ഡിലേ വരും കേട്ടോ. അപ്പോൾ നിങ്ങൾ തരുന്ന ഓർഡേഴ്സ് എത്രയും പെട്ടെന്ന് തന്നെ അയച്ചു തരാൻ ഞാൻ ശ്രമിക്കുന്നതാണ്, അയച്ചു തരുന്നതാണ്. ഇപ്പോൾ ഇതുവരെയുള്ള എല്ലാവർക്കും നമ്മൾ കിട്ടിയിട്ടുള്ള എല്ലാ ഓർഡേഴ്സും അയച്ചു കഴിഞ്ഞു. ഒരാൾ മാത്രം നാളെ പേയ്മെൻറ്റ് ഒരെണ്ണം കൂടി വേണം പേയ്മെൻറ്റ് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ വെച്ചിട്ടുണ്ട്. ബാക്കി എല്ലാവരുടെയും ഞാൻ അയച്ചു. ഇനി എങ്ങാനും പേയ്മെൻറ്റ് ചെയ്തിട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ എന്നെ ഒന്ന് ഇൻഫോം ചെയ്യുക. ഇതിപ്പോൾ പുതിയത് നമ്മൾ ഓർഡേഴ്സ് എടുക്കുകയാണ്. അപ്പോൾ വേണ്ടവർ വേഗം തന്നെ ഓർഡർ ചെയ്തോളൂ. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ഫ്രണ്ട്സ്.